ഓക്കെ, രേണു സുധി ഇത്തവണ ബിഗ് ബോസിലുണ്ടോ? സ്കിപ്പാണ്, ആ ക്വസ്റ്റ്യൻ ഇല്ല ഗൈസ്. ഞാൻ 2 പെട്ടിയും കൊണ്ടാ ദുബായിലേക്ക് വന്നത്. അതിലൊരു പെട്ടിയിൽ പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു. അത്ര പവിത്രതയോട് കൂടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ്. ഒരു പെട്ടിയില് സുധിയുടെ ഷർട്ട് മാത്രം കൊണ്ടാണ് ചേച്ചി പോയതെന്ന്. എന്ത് വലിയ പവിത്രതയോട് കൂടിയാ ചേച്ചി അത് കൊണ്ടുപോയത്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ രേണു സുധി ഒരു വീഡിയോയുമായി രംഗത്ത് വന്നത് നിങ്ങളിൽ കുറെ ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നാനൊന്നുമില്ല, ഞാൻ ബിഗ് ബോസിലെങ്ങും പോയിട്ടില്ല, എനിക്ക് വിളിയൊന്നും വന്നിട്ടില്ല, ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്, ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രതീഷ്, നമ്മുടെ രേണു സുധി കാരണം ജീവിതം രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തി പ്രതീഷ് ഇന്നലെ ഒരു ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ആങ്കറാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവസരം നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ചോദ്യം ചോദിച്ചപ്പം ആൾക്കാരെ നോക്കി പുച്ഛിക്കുന്ന ഒരു പ്രതീഷിനെ ഞാൻ കണ്ടടേ. അപ്പൊ എന്താണെങ്കിലും രേണു സുധിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പ്രതീഷിൽ നിന്ന് നമുക്ക് തുടങ്ങിയേക്കാമല്ലോ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. അപ്പൊ പ്രതീഷ് ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിനുശേഷം രേണു സുധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രേണു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാനുണ്ട്. പിന്നെ രേണു സുധിക്ക് പെർഫ്യൂം നൽകിയ സുന്ദരി കില്ലാടിയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര ചേച്ചിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വലിയൊരു മണ്ടത്തരം ലക്ഷ്മിയുടെ വായിൽ നിന്ന് ഇപ്പൊ വീണിട്ടുണ്ട്. അതിനെപ്പറ്റി അത് കോമഡി, ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ കാണും. അതിനു മുമ്പ് നമുക്ക് പ്രതീഷിനെ കൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. പ്രതീഷ് മോൻ പറയുന്നത് കേട്ടോ. പിന്നെ പ്രതീഷ് മോൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഇപ്പൊ കാണാൻ പറ്റും. അതിലും നിങ്ങൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി പ്രതീഷ് മോനിലേക്ക്. നമ്മളിപ്പോൾ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ആങ്കറാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇന്ന് നിങ്ങൾക്കുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഫീൽഡ്, ഇപ്പം നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, ബിഗ് ബോസ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ അതിന് ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ, ബിഗ് ബോസ് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഉത്തരം തരും എന്നാണ് പ്രതീഷ് മോൻ പറയുന്നത്. ബാക്കി കേട്ടോ. ഹായ് ചേട്ടാ, ബിഗ് ബോസിൽ പോകുവാണോ ചേട്ടാ? ഹായ് ചേട്ടാ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഗൈസ്, ഞാൻ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റും ഇതെല്ലാം പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ലൈവ് നമുക്ക് വന്നേക്കുന്നത്. സോ ഗൈസ്, കേട്ടല്ലോ, ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് പറയാം എന്നിവൻ പറയുന്നുണ്ട്. കേട്ടല്ലോ, എനിക്ക് തോന്നിയതല്ലേ, നിങ്ങളും കേട്ടല്ലോ അവൻ പറയുന്നത്. ബാക്കി ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്ന് ഈ സീസണിലേക്ക് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കാനുള്ള ഒരു കാരണം അത് രേണു സുധി തന്നെയാണ്. അപ്പൊ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചോ എന്ന് പറയുമ്പം ഇപ്പൊ പൊട്ടനൊന്നും അല്ലല്ലോ, പ്രതീക്ഷിക്കാലോ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് രേണു സുധിയെ പറ്റിയിട്ടാണ്, ആറിക്കുമെന്ന്, രേണു സുധി ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആൾക്കാർ ചോദിക്കത്തുള്ളൂ. അല്ലാതെ പ്രതീക്ഷ ഉണ്ടോ അതൊന്നും 1-2 പേര് വല്ലതും ചോദിച്ചാലേ ഉള്ളടേ. അതിവിടെ ആരും കെയർ ചെയ്യുന്നില്ല. കാരണം ഞാൻ പ്രതീക്ഷ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ തുടങ്ങിയത് ഈ രേണു സുധിയിലൂടെ, ഈ പരിപാടി, ഈ ആൽബം, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണ്, വന്നതിന് ശേഷമാണ്. നിങ്ങൾ ആരെങ്കിലും അതിന് മുന്നേ ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? ഇയാൾക്കൊരു ചാനലൊക്കെ ഉണ്ട്, പാലക്കാടൻ ഫാമിലി എന്ന് പറയുന്നത്. ആ ചാനലിലൂടെ ഈ ലൈവ് വന്നിരിക്കുന്നത്. ഞാനതൊക്കെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ഇവൻ എൻ്റെ അറിവിൽ ഫേമസ് ആയത് രേണു സുധി കാരണം. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ രേണു സുധിയുമായി അത്രേ ഉള്ളൂ. അല്ലാതെ ഇവനെ എടുത്ത് ഇവൻ ബിഗ് ബോസിലൊക്കെ കയറും നമുക്ക് അറിയത്തില്ല. എന്തായാലും ബാക്കി കേക്ക്. ഓക്കെ, രേണു സുധി ഇത്തവണ ബിഗ് ബോസിലുണ്ടോ? സ്കിപ്പാണ്, ആ ക്വസ്റ്റ്യൻ ഇല്ല ഗൈസ്. ആ ക്വസ്റ്റ്യൻ ഇല്ലേ? പിന്നെ നീ എന്തിനാണ് തുടക്കത്തിൽ പറഞ്ഞത്? ജനങ്ങളെ നിങ്ങൾ ചോദിക്ക്, ക്വസ്റ്റ്യൻസ് ചോദിക്ക്, ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചോ. ഞാൻ ഉത്തരം പറയാതെ നീ പിന്നെ എന്നാ അർത്ഥത്തിലാണ് നീ പറഞ്ഞത്? നീ ഉണ്ടോന്നാണോ ജനങ്ങൾക്ക് അറിയേണ്ടതെന്നോ? നീ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആരും നിന്നെ പ്രതീക്ഷിക്കുന്നുമില്ല. മനസ്സിലായില്ലേ? അത്രയും മണ്ടത്തരമൊക്കെ ബിഗ് ബോസ് ടീം ചെയ്യുമോ? അല്ല, ഭൂലോക മണ്ടത്തരം കാണിച്ചിട്ടുണ്ടല്ലോ, വിളിച്ചകത്ത് ഒരാളെ കയറ്റിട്ടുണ്ടല്ലോ. അപ്പൊ അതിലേക്ക് പോട്ടെ. പക്ഷെ മോനെ പ്രതീക്ഷേ, നീ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ നോ വൺ കെയർസറാ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നീ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അറിയേണ്ടത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നീ ചോദിച്ചോ എന്ന് പറയുമ്പോൾ നീ പ്രതീക്ഷിക്കേണ്ട ചോദ്യം, നിന്റെ കൂട്ടുകാരി, നീ രക്ഷപ്പെടാൻ കാരണമായ ആ ഒരു രേണു സുധി
ബിഗ് ബോസിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നേ ആൾക്കാർ ചോദിക്കത്തുള്ളൂ. അതിന് നിനക്ക് ഉത്തരം പറയാമെങ്കിൽ മാത്രമേ നീ ബിഗ് ബോസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചോ എന്ന് പറയാവുള്ളൂ. അല്ലാതെ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നാട്ടുകാർ ചോദിക്കുമ്പോൾ നാട്ടുകാരോട് പിന്നെ സ്കിപ്പ് എന്തിനാണ് നീ ആ ചോദ്യം ചോദിച്ചേ? അല്ല, ചോദ്യം ചോദിക്കാൻ ജനങ്ങളോട് പറഞ്ഞത്. നീ എന്താ ആൾക്കാരെ പൊട്ടന്മാരാകുന്ന? എടാ കുട്ട, ഇനിയും വേറെ കുറച്ച് കഥകളുണ്ട് ഇവന്റെ. അതിവൻ പറയുന്നുണ്ട്. ഇവൻ പറഞ്ഞതിന് ശേഷം അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാം. നിങ്ങൾ അത് കേക്ക്, എന്നിട്ട് ഞാൻ പറയാം. അതാ നല്ലത്. കേട്ടോ ഇതേ. അവൻ എവിടെയോ ഒരിടത്ത് കഴിക്കാൻ പോയപ്പോൾ ആരോ വന്ന് അവനോട് ചോദിച്ചൊരു, അല്ലെങ്കിൽ അവനോട് പറഞ്ഞൊരു കാര്യമായി. ഇതൊന്ന് കേട്ടോ. രേണുസുതി എവിടെ? രേണുസുതിന്റെ അവിടെ അല്ലേ ഉണ്ടാവുക? എൻ്റെ അടുത്തല്ലല്ലോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയായിരുന്നേ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ആണുങ്ങൾ, ഒരു ഫാമിലി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പ്രതീക്ഷ ഭാര്യയ്ക്ക് സുഖമാണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചേച്ചി ഭാര്യയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറയാണ്, രേണുവിൻ്റെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ കണ്ടായിരുന്നു എന്ന്. എങ്ങനെ ഇരിക്കണ്? എൻ്റെ അടുത്ത് പറയും ഒരു ശരി അമ്മച്ചി പറയുന്ന, മോനെ പ്രതീക്ഷ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന ഭാര്യയ്ക്ക് സുഖമാണോ? അപ്പം ഞാൻ ഭാര്യയ്ക്ക് സുഖമാണ്. ഞാൻ വെച്ചാൽ എൻ്റെ ഭാര്യനെ കുറിച്ച് പറയണ വെച്ചു. നിങ്ങളുടെ കല്യാണ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ, സുഖമായിട്ടിരിക്കുന്നല്ലേ രണ്ടാളെന്ന്. ഞാൻ അങ്ങോട്ട് തീർന്ന്. ഞാൻ അങ്ങനെ ഒരു ലെവലിലായി ഗൈസ്. ഞാൻ എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ എന്തിനാണ് നിന്റെ അവസ്ഥ ആലോചിക്കുന്നത്? ഞങ്ങൾ എന്തിനാ നിന്റെ അവസ്ഥ ആലോചിക്കുന്നത്? നീ എന്താ പൊട്ടനോ? ഓൺലൈൻ മീഡിയക്കാർ വരുമ്പം അവരുടെ ഫ്രണ്ടിൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇടുന്ന കുറെ ഷോർട്സ് മക്കൾ കൊടുക്കാറുണ്ടല്ലോ. ഒന്ന് മാത്രമൊന്നുമല്ല, എനിക്കൊന്ന് 2-3 പ്രാവശ്യം ചെയ്തിട്ടില്ലേ. ഒന്ന് മറ്റേ ഏതോ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ, പിന്നെ ഏതോ ഈ അടുത്ത് വരുന്ന ഏതോ ഒരു ആൽബത്തിനോ എന്തിന്റെയോ വെബ് സീരീസോ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, താലി കെട്ടുന്നതും മാല ഇടുന്നതും. ഇത് ആ ഒരു പരിപാടി ഇപ്പോൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൽബം ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും അതിനുവേണ്ടി ചെയ്യുന്നത് ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ ഓൺലൈൻ മീഡിയക്കാർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടി, അവർ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി, അവർക്ക് എന്താണ് ആ ഒരു നിങ്ങളുടെ ആ ഒരു ഷൂട്ടിന്റെ ഒരു പോർഷൻ എടുക്കാൻ വേണ്ടി നിന്ന് ചിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ 2-3 തവണ. അത് അവരെടുത്തിട്ട് പ്രചരിപ്പിക്കും. അപ്പൊ കാണുന്ന ആൾക്കാർ, ഒരു ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സിനിമ എന്ന് പറയുന്ന, സിനിമ എന്ന് അതിനെ വിളിക്കാൻ പാടില്ല, ഷോർട്ട് ഫിലിമോ എന്ത് വാങ്ങിയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ കാണിക്കുന്ന ആ കുന്ത്രാട്ടത്തിന്റെ അപരാധത്തിന് വേണ്ടി കാണിക്കുന്നതാണ് കുറെ ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ അത്യാവശ്യം പ്രായമുള്ളവർ നോക്കുമ്പം 1, 2, 3 ഇപ്പം നീ മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നേരിട്ടിട്ടുള്ളത്. അത് നീ ആദ്യമേ മനസ്സിലാക്കും. നീ ഇത്ര അങ്ങോട്ട് തലതല്ലി അയ്യോ ഞാൻ മൊത്തത്തിൽ തീർന്നേ, പരിപാടി നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കും. പിന്നെ നീ അങ്ങ് മൊത്തത്തിൽ തീരേണ്ട അവസ്ഥ ഒന്നും ഇല്ലല്ലോ. ഇവിടെ നിന്നെക്കാട്ടിലും വലിയ നടന്മാര് പണ്ട് കാലത്ത് അവർ ഈ കല്യാണം കഴിക്കുന്ന പരിപാടിയൊക്കെ കാണുമ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ ചോദിച്ചതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് അയ്യോ അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ, സിനിമയിൽ അവർ കല്യാണം കഴിക്കുന്ന കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിലും ചിലപ്പോൾ ആ കല്യാണം ഒറിജിനലായിരിക്കും. അതായത് സിനിമയിൽ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലും ആ ഒരു വൈഫ് കൂടെ കാണും, അല്ലെങ്കിൽ ആ ഒരു പാർട്ണർ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇന്നും അതൊക്കെ കാണുവാടാ മോനെ പ്രതീക്ഷ. ഇതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബോധം നിനക്കില്ലേ? അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് എന്തിനാണ് നീ വന്നിരുന്ന് കരയാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ചോദിക്കുന്നു ഇങ്ങനെ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. മനസ്സിലായില്ലേ? അത് നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ, ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുള്ളൊരു സ്വബോധം നിനക്കില്ലെങ്കിൽ ഈ നാട്ടുകാരെ കുറ്റം പറയാൻ നിൽക്കരുത്. നീ നിന്നെ തന്നെ കുറ്റം പറയാതെ. ആൾക്കാർ അങ്ങനെ ചോദിക്കും, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ അവർ തെറ്റിദ്ധരിക്കും, അവർ ചോദിക്കും. അതിനകത്ത് ഇത്ര അങ്ങോട്ട് നീ വണ്ടറടിച്ച് മറ്റേ നെറ്റിയും തല്ലി താഴെ വീഴേണ്ട. അയ്യോ എൻ്റെ ഗായ്സ് ഞാൻ എന്ത് ചെയ്യും? പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് വീട്ടിൽ പോയിരിക്കുക, അത്രേ ഉള്ളൂ. ലൈവൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് ചിൽബില്ലായിട്ട് പോടാൻ പോനെ. എന്തായാലും നീ ലൈഫ് ലോങ് നീ കേൾക്കും. രേണുസുതി എന്ന് പറയുന്ന ആളുടെ കെയർ ഓഫിൽ കയറി വന്ന് രക്ഷപ്പെട്ട ഒരുത്തനാണ് നീ എന്ന് എന്നും കേൾക്കും. അല്ലാതെ നിന്റെ അഭിനയ കല കൊണ്ട് കയറി ക്ലിക്ക് ആയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലൈഫ് ലോങ് മൊത്തം നീ രേണുവിന്റെ പേരിലെ റീച്ച് ആവുള്ളൂ. ഇനി രേണുവിന്റെ ആ ഒരു വീഡിയോ, അതിന്റെ വളരെ കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. കാരണം അതിനുശേഷം നമുക്ക് ലക്ഷ്മി ചേച്ചിയിലേക്ക് പോകാനുണ്ട്. ലക്ഷ്മി ചേച്ചി പറഞ്ഞ മണ്ടത്തരം, അതാണ് ഹൈലൈറ്റ്. എന്തായാലും ഇതൊന്ന് കേക്ക്, നമ്മുടെ രേണു ചേച്ചിക്ക് പറയാനുള്ളത്. ചേച്ചിയുടെ വാടക വീടാ കേട്ടോ, സ്വന്തം വീടല്ല. വാ ഇവിടെ ഇരിക്കെ. അപ്പൊ എന്റെ വ്ളോഗുമായിട്ട് ഞാൻ വന്നതാ, കുറച്ച് ദിവസം നിക്കാൻ വന്നതാ കേട്ടോ. വാ ഇരിക്കെ. കുറച്ച് ദിവസം നിക്കാൻ വന്നതാണെന്നാ? പ്ലാന്റ് ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവരുതല്ലേ? ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അല്ലേ? വാടക വീടാന്ന് ശോകം, മൊത്തത്തിലേ ശോകവാ. അയ്യോ, ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മൊബൈൽ ഇല്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ മൊബൈൽ ഇല്ല. ജനങ്ങൾ പറയുന്നു ഡെയിലി വീഡിയോ ഇടാൻ, പക്ഷെ ഷൂട്ട് ചെയ്യാൻ മൊബൈൽ. ദാരിദ്ര്യവാ, മൊത്തത്തിൽ ദാരിദ്ര്യവാ. എന്നാ ഡെയിലി ഷൂട്ടാ, തിരക്കാ.
ഇത്രയും തിരക്ക് പിടിച്ചു പോകുമ്പം കാസല്ലേ കിട്ടുന്നത്, അതോ പുളിങ്കുരു വല്ലതാണോ തരുന്നത്? ആ കാസ് വെച്ചൊരു മൊബൈലൊക്കെ എടുത്താൽ പോരെ, അപ്പം ജനങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ദാരിദ്ര്യം പറയേണ്ട വരത്തില്ലല്ലോ. ബാക്കി കേക്ക്. വിവാദങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, കാരണം നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ പേരിൽ മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. പക്ഷെ അതുപോലെ വിവാദങ്ങളിലേക്ക്, കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടൻ്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. ലാസ്റ്റ് പുള്ളിയുടെ നെഞ്ചത്ത് തന്നെ കൊണ്ടുവെക്കുക കേട്ടാ. പുള്ളി ചത്തുപോയത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായെന്ന് ഇനി അങ്ങ് പറ. അല്ല അതായിരിക്കും, അതല്ലാതെ വേറെ എന്ത് പറയാനാ. എൻ്റെ പൊന്ന് രേണുവിൻ്റെ പെങ്ങളെ, രേണു ചേച്ചി കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിലൊക്കെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് സമയം കിട്ടുമ്പോൾ ഇരുന്ന് കണ്ടു നോക്കുക. ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കേട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇച്ചിരി വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രശ്നം, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ മെയിൻ കാരണം ആരാന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. ഓക്കെ, ബാക്കി അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അതേ തുടർന്ന് ഇതുപോലെ അനുഭവിക്കേണ്ട ഒരു കുടുംബം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചരിത്രത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വശത്തു നിന്നും അതുപോലെ നമ്മൾ ഓർത്തിരുന്ന ആൾക്കാർ, നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാവർക്കും അറിയാം, ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാളെ അയ്യോ അയാൾ നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കും, കേസിന് ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് മനസ്സിലായില്ല അതാരാണ്. എനിക്ക് മനസ്സിലായില്ല. വെറുതെ മനസ്സിലാവാതെ ഞാൻ ചുമ്മാ ഒരാളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ ഒരു കാര്യം, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, റെണ്ണസുദ്ധി രേഷ്മ പി തങ്കച്ച, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണോ രേഷ്മ പി തങ്കച്ച നിങ്ങൾ വന്നിരുന്ന ഓരോന്ന് പറയുന്നത്? അപ്പൊ അത്രയ്ക്കും വിവരം ഉള്ളു നിങ്ങൾക്ക്. അല്ല, നിങ്ങൾ തന്നെ ഇത് പ്രൂവ് ചെയ്യുന്ന ജനങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് തീരെ വിവരമില്ലെന്ന്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇവരിത് പറഞ്ഞേക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഇവർ ഈ പറയുന്ന കണക്ക് ആരോ ഇവരുടെ വീട്ടിൽ ചെന്നിരുന്ന് എല്ലാം കണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ ഫോഴ്സ് ചെയ്തു പറയാം എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മറ്റൊരാൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടുകാരുടെ ഫ്രണ്ട് വിളമ്പുന്നത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തീരെ വിവരം ഇല്ല. +2 കഴിഞ്ഞ് മറ്റേ ഏവിയേഷന് പോയി, നഴ്സിങ്ങിന് പോയി, മറ്റേതിന് പോയി, മറിച്ചതിന് പോയി, ഇത്രയൊക്കെ പോയല്ലോ. നിർത്തി, ഒന്നും പഠിച്ചില്ല. പക്ഷെ എന്നാലും എല്ലായിടത്തും പോയില്ലേ, കുറെ ആൾക്കാരെ കണ്ടിട്ടില്ലേ. എന്നിട്ട് പോലും ഒരു ഇച്ചിരി വിവരം, വിദ്യാഭ്യാസം വിടുക, വിവരം ഉണ്ടായിട്ടില്ലേ? അവര് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ എന്നെ വന്ന ഓരോരുത്തരും ഫോഴ്സ് ചെയ്ത ആൾക്കാർ ഇറക്കി. ഈ മറ്റുള്ളവർ പറയുമ്പോൾ ചാടിത്തുള്ളി ഇറങ്ങാൻ ആര് പറഞ്ഞു? അപ്പൊ അങ്ങനെ വല്ലതും ആണെങ്കിൽ തന്നെ അനുഭവിക്കുന്ന ഒറ്റയ്ക്കാണല്ലോ, ആരും ഇല്ലല്ലോ. ബുദ്ധി ഉപയോഗിച്ചിരിക്കുക. ഇപ്പൊ ഈ വീഡിയോ തന്നെ ചെയ്തത് ഞാനൊരു ബാക്കി കേക്ക്, എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അത് പറയാം. പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറിപ്പോവും തന്നെ ഞാൻ പറയുന്നു, അല്ലേ? അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു, വിളിച്ചാൽ എന്തായാലും പോകും, സന്തോഷത്തോടു കൂടി പോകും. കാരണം സൂചിച്ചാൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്തും എൻ്റെ വീട്ടിൽ തന്നെയാണ്. വിളിച്ചാൽ പോയിരിക്കുമെന്നാണ് പറയുന്നത്. നാളെ ഞായറാഴ്ചയാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അതായത് ബിഗ് ബോസ്. ഇന്നലെയാണ് തേത്ത് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. കൂടിപ്പോയാൽ മിനിഞ്ഞാന്നെടുത്ത വീഡിയോ ആയിരിക്കും. ഇവർ പറയുന്നത് വെച്ചിട്ട് മിനിഞ്ഞാന്നെടുത്ത വീഡിയോ. കാരണം വൈകുന്നേരം. ചേച്ചി, ജനങ്ങൾ മണ്ടന്മാരല്ല. ബിഗ് ബോസിലേക്കുള്ള വിളിയൊക്കെ എല്ലാം സെറ്റായിട്ട് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് റെഡിയാണ് എന്ന് ജനങ്ങൾക്കറിയാം. അല്ലാതെ ഇനി വിളിച്ചാലും ഞാൻ കയറി അങ്ങ് പോവും. എന്താ വൈൽഡ് കാർഡാ? പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി. പക്ഷെ എൻ്റെ ഒരു സംശയം, ചേച്ചി വ്ളോഗേഴ്സ് ആരുമല്ല നിങ്ങൾ പോകുന്നുണ്ടെന്നും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ. ഫസ്റ്റ് ഞാൻ കാണുന്നത് രേണുസുധിയുടെ തന്നെ ഒരു സുഹൃത്ത് ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്.
അതിനകത്താണ് വളരെ വ്യക്തമായിട്ട് ആ പോസ്റ്റൊക്കെ മുക്കി. അത് എന്തിനാ പൊക്കിയെന്ന് അല്ല പൊക്കിയത് നമ്മൾ പൊക്കുമല്ലോ. പക്ഷെ ഇത് മുക്കിയത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. എന്തിനാണ് രേണുസുതി അത് മുക്കിയത്? നിങ്ങളുടെ സുഹൃത്ത് തന്നെ ആദ്യമേ ഒരു പോസ്റ്റ് ഇട്ടത്, അല്ലാതെ ഇവിടെ ബ്ലോഗേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ സുഹൃത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും അതെടുത്ത് വെച്ചങ്ങ് താങ്ങി. പിന്നെ ഓൾറെഡി ആദ്യം തൊട്ട് നമുക്ക് അറിയാം ബിഗ് ബോസിലേക്കുള്ളൊരു സാധനത്തിൽ നിങ്ങളുടെ പേരുണ്ടെന്ന്. പൊട്ടന്മാരല്ല, ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാരല്ലേ, അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരും കൂടെ വന്ന് ആശംസകൾ എന്നും പറഞ്ഞ് എഴുതി ബുദ്ധിപരമായിട്ടുള്ള ആ നീക്കം നടത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഉറപ്പിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ ഇനിയും നിങ്ങൾ മറ്റന്നാൾ അവിടെ ഇല്ലെങ്കിൽ ഓക്കെ, ഇതെല്ലാം കാണിച്ചിട്ട് മറ്റന്നാൾ അവിടെ പരിപാടി തുടങ്ങുമ്പോൾ എൻ്റെ പൊണ്ണ് രേണുസുതി അവിടെ എങ്ങാനും മറ്റേ ഷോഫും കാണിച്ച് മറ്റേ റാംബാക്കും നടത്തി വരുന്ന കണ്ട നാട്ടുകാർ പിടിച്ചങ്ങോട്ട് കീറും. അതും കൂടെ ആലോചിച്ചോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ലക്ഷ്മി നക്ഷത്രയുടെ മണ്ടത്തരം, നമുക്ക് അതിലേക്ക് പോവാം. ഒരു Q&A കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ ചാനലിൽ നടന്നു. അപ്പൊ അതിൽ വന്നൊരു ചോദ്യം, അതിൽ ലക്ഷ്മി നക്ഷത്രം കൊടുക്കുന്ന ഉത്തരം അതാണ് സൂപ്പർ. ഇതൊന്ന് കേട്ടോ. രേണു ചേച്ചിയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ പെർഫ്യൂം കഴിഞ്ഞപ്പോൾ തന്നെ രേണുവിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളത് VPN എന്നാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. എന്താ പേരെന്ന് എനിക്കറിയില്ല, അത് അനോണിമസ് ആയിട്ടുള്ള ഇതിൽ നിന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ രേണുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുധിച്ചേട്ടൻ്റെ വൈഫാണ് രേണു. ഇപ്പോഴും ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, സ്റ്റാർ മാജിക്കിൽ ഇപ്പം എനിക്ക് കരയുന്ന മുഖമുണ്ട്, ചിരിക്കുന്ന മുഖമുണ്ട്, ദേഷ്യപ്പെടുന്ന മുഖമുണ്ട്. മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇതുപോലത്തെ തന്നെ ഫേസ് ഉണ്ട്. പക്ഷെ സുധിച്ചേട്ടനെ ഞാൻ ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, രേണു പറഞ്ഞൊരു ആഗ്രഹം, അതും സുധിച്ചേട്ടനും കൂടെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്തതായിരുന്നു. പക്ഷേ അത് വന്ന് ഭവിച്ചത്, അതായത് ഒരു കോയിന് 2 വശമുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ആ ഒരു 2 വശത്തിൽ പോസിറ്റീവായിട്ട് പറഞ്ഞവരും ഉണ്ട്, അതിലേറെ നെഗറ്റീവായിട്ട് പറഞ്ഞവരും ഉണ്ട്. ആക്ച്വലി ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ രേണു ആണ് എനിക്ക് ആക്ച്വലി ആ ഒരു റെഫറൻസ് തന്നതും, ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും, ചിന്നു അതൊന്നും എനിക്ക് ചെയ്തു തരാമോ, ഞാൻ 1-2 പേരോട് പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞപ്പം ആ ഒരു സാഹചര്യത്തിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ മരിച്ചൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം പറയുമ്പോൾ, അതും സ്വന്തം ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2 പെട്ടിയും കൊണ്ടാണ് ദുബായിലേക്ക് വന്നത്. അതിലൊരു പെട്ടിയിൽ പുള്ളിയുടെ ഷർട്ട് മാത്രമായിരുന്നു. അത്ര പവിത്രതയോടുകൂടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ്. മതി 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 അത്ര പവിത്രതയോടുകൂടി ചെയ്തു കൊടുത്തതാണെന്ന് എങ്ങനെയാ കൊണ്ടുപോയെന്ന് നിങ്ങൾ കേട്ടോ? എല്ലാം പോട്ടെ. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. നമ്മളെല്ലാവരും നെഗറ്റീവ് പറഞ്ഞു, ഓക്കെ പോട്ടെ. ചേച്ചി ഒരു 3-4 പ്രാവശ്യം പറയുന്നുണ്ട് നല്ല ഇൻറ്റൻഷൻ എന്ന്. വളരെ നല്ല ഇൻറ്റൻഷനോട് രേണു പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി തരാമോ എന്ന് പറഞ്ഞ ഉടനെ ചേച്ചി പെട്ടിയും പെട്ടോയെല്ലാം ബാക്കി ചെയ്ത് നേരെ തുഫായിക്ക് പോയി അതൊരു ബ്ലോഗും ആക്കി നാട്ടുകാരെ കാണിച്ചു. ഈ ബ്ലോഗ് നാട്ടുകാരെ കാണിച്ചതിന്റെ ഒരു എന്താണ്, അതിനൊരു ന്യായീകരണം ചേച്ചിയുടെ ഭാഗത്തുണ്ട്. കാരണം അങ്ങനെ കാണിച്ചത് കൊണ്ട് ഒരുപാട് പേർക്ക് അറിയാൻ സാധിച്ചു ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. പിന്നെ ഏതോ ഒരു ചേട്ടന്റെ വൈഫ് വന്ന് നന്ദി പറഞ്ഞു, കാരണം അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിയുടെ തോർത്തെടുത്തുകൊണ്ട് ദുബായി പോയി ആ ചേട്ടന്റെ മണം ഉണ്ടാക്കി. സോ അതൊക്കെ ഈ ഒരു ബ്ലോഗ് കണ്ടുകൊണ്ടാണ്, വളരെ നല്ല കാര്യം എന്നൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ ലക്ഷ്മി ഇപ്പൊ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ തുഫായിക്ക് പോയപ്പോൾ 2 പെട്ടിയും കൊണ്ടാ പോയത്. അതിലൊരു പെട്ടിയിൽ അത്ര പവിത്രതയോട് കൂടി ആ ഒരു പെട്ടിയിൽ സുധിയുടെ ഷർട്ട് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു പെട്ടിയിൽ സുധിയുടെ ഷർട്ട് മാത്രം കൊണ്ടാണ് ചേച്ചി പോയതെന്ന്. എന്ത് വലിയ പവിത്രതയോട് കൂടിയാ ചേച്ചി അത് കൊണ്ടുപോയത്. അല്ല, എന്നാ പിന്നെ കുറച്ച് ഗംഗാജലമൊക്കെ എടുത്ത് ഒപ്പിച്ച് അതിന്റെ സൈഡിലാ പെട്ടിയിലൊക്കെ ഒന്ന് തളിച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോയിരുന്നല്ലോ. അല്ല, എന്നാ പറയുന്നേ? നാട്ടുകാർ പിടിച്ച് ഊക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഒരു പെട്ടിയിൽ ഡ്രസ്സ് മാത്രം ചേച്ചിയുടെ, മറ്റേ പെട്ടിയിൽ സുധിച്ചേട്ടൻ്റെ ഒരു ഷർട്ട് മാത്രം വെച്ചോണ്ടാണ് ചേച്ചി തലയെ ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോയെന്ന്. എന്നാ ഇതിനൊക്കെ പറയണ്ടേ? ഒരു പ്രത്യേക കവറിനകത്ത് പുള്ളിയുടെ ഷർട്ടാക്കി ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. ഇത് ഒരു പെട്ടി ഒരു ഷർട്ട് വെക്കാൻ വേണ്ടി മാത്രം. ഇതെല്ലാം കേട്ടിട്ട് ജനങ്ങൾ ഇങ്ങനെ ഇരുന്നോണം അല്ലേ? ഒന്നും മിണ്ടരുത്. എൻ്റെ പൊണ്ണ് ചിന്നു ചേച്ചി തള്ളിക്കോ, പക്ഷേ ലിമിറ്റ് വെച്ച്. ഇതുകൊണ്ടാണ് നാട്ടുകാർ നിങ്ങളെ അന്നെടുത്ത് ഉടുത്തത്, മനസ്സിലായില്ലേ?
ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് കൊടുക്കാനുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഞാനല്ല, നിങ്ങളുടെ നാക്ക് തന്നെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.